മുണ്ടക്കൈ ചുരുൾമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ രാഷ്ട്രീയ പോര് ശക്തമാകുന്നു. വീടുകൾ നിർമ്മിക്കാൻ കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമിയിൽ കുടിൽ കെട്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. പണം പിരിച്ചിട്ടും വീടുകളുടെ നിർമ്മാണം തുടങ്ങാത്തതിലാണ് ഈ പ്രതിഷേധം. ഇവിടെ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എന്താ, വീട് പണി തുടങ്ങിയെന്നാ. നിങ്ങളുടെ ക്യാമറയൊന്നും അങ്ങോട്ട് കാണിക്ക്. വീട് പണി തുടങ്ങിയോ? വീട് പണി തുടങ്ങണമെങ്കിൽ ഒരു വെള്ളപ്പേപ്പറിലെങ്കിലും ഒരു അപേക്ഷ കൊടുക്കണ്ടേ? പഞ്ചായത്തിൽ കൊടുത്തോ? നിങ്ങളൊന്ന് അന്വേഷിക്കണമല്ലോ, നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് 100% കള്ളം പറയുന്ന പ്രതിപക്ഷ നേതാവാണ് എന്ന് തെളിഞ്ഞിരിക്കുക. വയനാട്ടിലെ ഈ ദുരന്തബാധിതരെ മുൻനിർത്തി പോലും പണം പിരിച്ച് മുക്കി നാട്ടിലുടനീളം പുതിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് നടക്കുക ഇവർ. അവരെ തീർച്ചയായിട്ടും ഈ സമൂഹം ചർച്ച ചെയ്യണം. എവിടെയാണ് അവർ പിരിച്ച പണം? നേരത്തെ അദ്ദേഹം പറഞ്ഞത് എന്റെയും KPCC നിങ്ങൾ തന്നെ പറ പ്രസിഡന്റിന്റെയും അക്കൗണ്ടിൽ ഉണ്ട് എന്നല്ലേ, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അങ്ങനെ പറഞ്ഞ അദ്ദേഹം എന്തേ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ അത് കൊടുക്കാത്തത്? കൊടുത്തോ? സർക്കാർ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയായിട്ടില്ലെന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി എത്തിയത്. കാൽദാസൻ ദേവദത്തം കുന്നംപറ്റിയിലെ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. കാൽദാസ്, ഈ പറഞ്ഞതുപോലെ ഒരു ഫോക്കസ് ഷിഫ്റ്റ് കൂടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു. ഡീലിൽ ചുറ്റിത്തിരിഞ്ഞ കേരള രാഷ്ട്രീയം പതിയെ വികസന പ്രശ്നങ്ങളിലേക്ക് കൂടി മാറുന്നു എന്ന ഒരു ശുഭകരമായ കാര്യം കൂടി പ്രതിഷേധത്തിനുണ്ട്. എന്താണ് ഈ വീട് പണി, അതായത് ഇട്ടകലിൽ പുല്ല് മുളച്ചതിനുള്ള കോൺഗ്രസിന്റെ മറുപടി? എന്തൊക്കെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം? അതേസമയം തന്നെ വീട് എവിടെ എന്ന ചോദ്യത്തിന്റെ സമയം തന്നെ നൽകിയ വീടുകൾ, താക്കോൽ നൽകിയ വീടുകളിൽ ഇന്നേ ഒരു കുടുംബവും കയറിയിട്ടില്ല എന്നൊരു പ്രതിഷേധം സർക്കാരിനെതിരെയുമുണ്ട്. തീർച്ചയായും സുഹേൽ, ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോട് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുഹേൽ സൂചിപ്പിച്ച പോലെ തന്നെ ഫോക്കസ് ഷിഫ്റ്റ് പൂർണ്ണമായും ഈ വികസന കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ച് ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് ഒരുക്കുക എന്നുള്ളത് വലിയൊരു പദ്ധതി തന്നെയായിരുന്നു. സർക്കാർ ടൗൺഷിപ്പ് അടക്കം അതിന്റെ ഉദ്ഘാടനം താക്കോൽദാന ചടങ്ങടക്കം കഴിഞ്ഞതാണ്. എന്നാൽ അവിടെ ഇനിയും 178 കുടുംബങ്ങൾക്ക് താമസിക്കാനായിട്ടില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കൊക്കെ ആ ടൗൺഷിപ്പ് പാത്രമായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ല എന്നും ഒരു അപേക്ഷ പോലും നൽകാതെയാണ് കോൺഗ്രസ് ഭൂമിയിൽ തറക്കല്ലിട്ടത് എന്നുള്ള വലിയൊരു കാര്യം കൂടി, വലിയൊരു ആരോപണം എന്നുള്ള നിലയ്ക്ക് തന്നെ വയനാട് ജില്ലാ സെക്രട്ടറി തന്നെ വി വസീഫ്, ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫും ഒക്കെ തന്നെ ആ ഒരു ആരോപണം മുൻനിർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുന്നംപറ്റയിലെ കോൺഗ്രസ് ഭൂമിക്ക് സമീപത്തായി ഡിവൈഎഫ്ഐ കുടിൽ കെട്ടി സമരം ആരംഭിച്ചിരുന്നത്. പ്രതീകാത്മക സമരമാണ്. അങ്ങനെ സംസ്ഥാനമെങ്ങും കുടിൽ കെട്ടി സമരം നടത്തുമെന്നുള്ളതും കൂടിയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് 100% കള്ളമാണ് പറയുന്നത് എന്നുള്ളതാണ് വസീഫ് പറഞ്ഞത്. അതോടൊപ്പം സംസ്ഥാനത്തെ പല നേതാക്കളും ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിച്ച് വയനാട്ടിലെ മറ്റ് കാര്യങ്ങളൊക്കെ മുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുക്കുന്നു എന്നുള്ളതൊക്കെയാണ്. കഴിഞ്ഞ ദിവസം 24 ടി സിദ്ദിഖ് എന്തായാലും പിരിച്ച പണം എവിടെയെന്ന് ഡിവൈഎഫ്ഐയും നൽകിയ വീടിൽ ആള് കയറിയോ എന്ന് കോൺഗ്രസും പരസ്പരം പ്രത്യാരോപണം ഉയർത്തുന്നു. അങ്ങനെ മുണ്ടക്കൈ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൂടി വരുന്നു. കൂടുതൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.